ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദ്വിവാർഷിക പൊതുയോഗം നടന്നു. അബ്ദുൾ റഷീദ് നഗർ ദേശമംഗലം ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി നാരായണൻകുട്ടി നിർവഹിച്ചു. എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്താലും നമ്മുടെ ലാഭത്തിൽ പുറത്തിൽ നമുക്ക് നമ്മുടെ ഒരാൾ ഒരു മാസം 1000 ഒരു വർഷത്തിൽ 90,000 കുറയ്ക്കുന്നു. 10 വർഷം കൊണ്ട് 1,70,000, 20 വർഷം കൊണ്ട് 2,40,000, ഒരു 30-40 വർഷം കൊണ്ട് നമ്മൾ ആരും നമുക്ക് എല്ലാവരുടെയും സഹായത്തോടുകൂടി നമുക്ക് ലഭിക്കാവുന്ന പദ്ധതി. അപ്പോൾ അവിടെയും ഈ ലാഭം നോക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക തടസ്സങ്ങൾ അവിടെ അനുകൂലമാണ്. ചടങ്ങിനോടനുബന്ധിച്ച് വ്യാപാരികൾക്കായുള്ള കുടുംബ സുരക്ഷാ പദ്ധതി ധനസഹായ വിതരണവും അദ്ദേഹം കൈമാറി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും യൂണിറ്റ് പ്രസിഡന്റുമായ ജി ഹരിദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ കൺവീനർ കെ എ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറിയും ജില്ലാ കൗൺസിൽ അംഗവുമായ കെ സുരേഷ് ബാബു കഴിഞ്ഞ പ്രവർത്തന കാലയളവിലെ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ പി നന്ദകുമാർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ചടങ്ങിൽ നിയോജക മണ്ഡലം ട്രഷറർ പി സുരേഷ്, യൂത്ത് വിംഗ് ജില്ലാ ട്രഷററും നിയോജക മണ്ഡലം ചെയർമാനുമായ സുബൈർ വാഴാലിപ്പാടം, വനിതാ വിംഗ് നിയോജക മണ്ഡലം ചെയർപേഴ്സൺ റോസ്മേരി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ ടി എം യൂസഫ്, സുകുമാരൻ, യൂണിറ്റ് സെക്രട്ടറി ഇബ്രാഹിം, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സതീഷ് കുമാർ, യൂസഫ് കുട്ടി, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സെയ്ദ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് അഷ്റഫ് വാഹ, വനിതാ പ്രതിനിധി ഷഹനാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റും കൗൺസിൽ അംഗവുമായ എം അബ്ദുൾ റഹ്മാൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി CH മുഹമ്മദ് നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മംഗളം യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി ജി ഹരിദാസ് പ്രസിഡന്റ്, കെ സുരേഷ് ബാബു ജനറൽ സെക്രട്ടറി, എം അബ്ദുൾ റഹ്മാൻ വർക്കിംഗ് പ്രസിഡന്റ്, പി നന്ദകുമാർ ട്രഷറർ എന്നിവരുൾപ്പെടെയുള്ള 18 അംഗ പുതിയ ഭരണസമിതിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. You are watching VCV News.